വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെയാണ് CPM-ന്റെ കാലക്കേട് നടന്നു പോകുന്നത്. ഇന്നലെ വരെ ഡോക്ടർ പി സരിന് മുൻതൂക്കമുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ സുപ്രഭാതം, സിറാജ് തുടങ്ങിയ പത്രങ്ങൾ പുറത്ത് ഇറങ്ങിയപ്പോഴാണ് കള്ളി വെളിച്ചത്താകുന്നത്. ഇന്നലെ തങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി അത് മതവിദ്വേഷം അല്ലെങ്കിൽ വർഗീയതയുടെ ഭാഗമായി, അതിൻ്റെ ഭാഗമായി, ആ പ്രസ്താവനയുടെ ഭാഗമായി ഡോക്ടർ പി സരിന് വോട്ടുകൾ ചോർന്നു പോകും എന്ന് വെച്ച് മറ്റൊരു വർഗീയ ചീട്ടിറക്കിയതാണ്. ഏതാണ്ട് കാഫിർ സ്ക്രീൻഷോട്ട് പോലെ തന്നെയാണ് സുപ്രഭാതത്തിലും സിറാജിലും പരസ്യം വന്നത്. സന്ദീപ് വാര്യരെ ചുറ്റിപ്പറ്റിയായിരുന്നു പരസ്യം. സന്ദീപ് വാര്യർ മുൻകാലത്ത് എഴുതിയ FB പോസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുമൊക്കെ എടുത്തു വച്ച് നിരത്തിയാണ് പത്രങ്ങളിൽ പരസ്യം കൊടുത്തിരിക്കുന്നത്. ഇത് അന്ധമായ നിയമലംഘനമാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഈ പരസ്യത്തിൽ എങ്ങും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. അത് കാണുമ്പോൾ തന്നെ വ്യക്തം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി ഇല്ലാതെയാണ് ഈ പത്രങ്ങളിൽ പരസ്യം നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ തെറ്റ് അത് ഇനിയിപ്പോൾ ഡോക്ടർ പി സരിൻ ജയിച്ചു കഴിഞ്ഞാൽ തന്നെയും ഇതൊരു തെരഞ്ഞെടുപ്പ് കേസായി നിലനിൽക്കും. അത് സരിന് തന്നെ നിയമക്കുരുക്ക്, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ CPM-നും LDF കമ്മിറ്റിക്കുമൊക്കെ നിയമക്കുരുക്ക് ആയി മാറിയിട്ടുണ്ട് ഈ പരസ്യം. പിന്നെ സന്ദീപ് വാര്യരെ വർഗീയവാദി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. സന്ദീപ് വാര്യർ BJP വിടുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ AK ബാലനും MB രാജേഷും സന്ദീപ് വാര്യർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് വാതിൽ തുറന്നിട്ട് കാത്തിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മനുഷ്യൻ, അദ്ദേഹം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് തൻ്റെ സ്വന്തം പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പലതും പറഞ്ഞിട്ടുണ്ട്, പലതും എഴുതിയിട്ടുണ്ട്. അതെല്ലാം വിട്ടുപേക്ഷിച്ചിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത്. ഡോക്ടർ പി സരിനാണെങ്കിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട വേദനയിലാണ് പാർട്ടി വിട്ട് CPM കൂടാരത്തിൽ ചെന്ന് ചേക്കേറുന്നത്, അഭയാർത്ഥിയായി. എന്നാൽ സന്ദീപ് വാര്യർ ആകട്ടെ തല ഉയർത്തിപ്പിടിച്ച് ആ ബന്ധം ഉപേക്ഷിച്ച് തലയിൽ മുണ്ടിടാതെയാണ് കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചേർന്നത്. ഇതൊക്കെ വൈരുദ്ധ്യങ്ങളാണ്. ഇതെല്ലാം കണ്ടറിയുന്നതാണ് ജനങ്ങൾ, വോട്ടർമാർ. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണ് തമ്പുരാക്കന്മാർ. ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഏത് കാലത്താണ് CPM ആളുകൾ അല്ലെങ്കിൽ ഇടതുമുന്നണിയിലെ ആളുകൾ ജീവിക്കുന്നതെന്ന് അവർ ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു പൊട്ടത്തരം, ആനമണ്ടത്തരം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിക്കില്ലായിരുന്നു. ഈ കാണിച്ചു വെച്ചത് ഇനി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി ഇല്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇനി സംസ്ഥാന കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മിറ്റിയുടെയോ അനുമതി ഈ പരസ്യത്തിനുണ്ടായിരുന്നു എന്നുകൂടി പരിശോധിക്കണം. കാരണം ഒരു പക്ഷേ എങ്കിൽ CPM-നകത്തുള്ള BJP-കാരുണ്ട്. അറിയാമല്ലോ, CPM BJP ബന്ധമെന്ന് പറയുന്നത് CPM-നെ തകർക്കാൻ CPM-നകത്ത് കടന്നുകൂടിയിട്ടുള്ള ചില വിഷപ്പാമ്പുകളുണ്ട്, BJP അനുഭാവികളുണ്ട്. അവരുടെയൊക്കെ അല്ലെങ്കിൽ സംഘി മനോഭാവമുള്ള ആളുകളുണ്ട്. അവരായിരിക്കണം സന്ദീപ് വാര്യരെ കൊടുക്കാൻ, അല്ലെങ്കിൽ അയാളെ കുറച്ച് നാണം കെടുത്താം എന്ന് പറഞ്ഞ് അയാളുടെ FB പോസ്റ്റുകൾ വെച്ച് പരസ്യം ചെയ്തത്. എന്നാൽ കഷ്ടകാലത്തിന് സ്വരാജ് മുമ്പിട്ട ഒരു പരിഹാസ പോസ്റ്റ് പോലും ഇതിനകത്ത് കയറി വന്നു സന്ദീപ് വാര്യരുടെ പേരിൽ. അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ കേസ് കൊടുക്കും, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യം, BK ശ്രീകണ്ഠൻ MPയും ഷാഫി പറമ്പിൽ MPയും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനെ പ്രതിരോധിച്ച്. അവർ ചുമ്മാ കയ്യും കെട്ടിയിരിക്കില്ലല്ലോ. അവർ പറയുന്നത് സ്ക്രീൻഷോട്ട് വിവാദം, കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വന്ന വിവാദ പരാമർശങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട്, അതുപോലെയാണ് ഈ പത്രത്തിൽ വന്ന പരസ്യവും. ഇതൊരു പ്രത്യേക ജനവിഭാഗത്തെ അല്ലെങ്കിൽ മതവിഭാഗത്തെ, സമൂഹത്തെ ഉന്നം വെച്ചുകൊണ്ടുള്ള അവരോട് കോൺഗ്രസിന് വോട്ട് ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിയമവിരുദ്ധ നടപടി, പരസ്യ നടപടി CPM സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ ഓരോ അണികൾക്കും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും. ഇന്നലെ വരെ ഡോക്ടർ പി സരിന് വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നവർ പോലും ഇങ്ങനൊരു നാണം കെട്ട കളി കണ്ട് തല കുമ്പിട്ട് കാണണം. എന്നാലും പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറയുന്നത്, അപ്പോഴും അദ്ദേഹം വാശിയോടുകൂടി പറയുകയാണ്, ഇതെല്ലാം സന്ദീപ് വാര്യർ പറഞ്ഞതാണ്. ആയിക്കോട്ടെ സുരേഷ് ബാബു സഖാവേ, പക്ഷേ സന്ദീപ് വാര്യർ എവിടെ നിന്നപ്പോഴാണ് അത് പറഞ്ഞത്? BJP പാളയത്തിൽ നിന്നപ്പോൾ. സന്ദീപ് വാര്യർ ആ ബന്ധം ഉപേക്ഷിച്ചു. സന്ദീപ് വാര്യരെ നിങ്ങൾക്ക് വ്യക്തിപരമായി എതിർക്കാം, പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ആനമണ്ടത്തരം വലിച്ചു വെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഡോക്ടർ പി സരിന് തോൽവി ഉറപ്പാക്കി കൊടുത്തത് എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങൾ വോട്ട് കൂട്ടിക്കൊടുത്തത് എന്തിനാണ്? അതോ BJPക്ക് വേണ്ടിയാണോ ഈ വിടുപണി ചെയ്തിരിക്കുന്നത്? BJPക്കാരെന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യരുടെ ഈ പോസ്റ്റ് കണ്ടിട്ട് ആളുകൾ കൂട്ടത്തോടെ പോയി BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും സന്ദീപ് വാര്യരുടെ ഈ പോസ്റ്റ് കണ്ടിട്ട് ഈ CPM ഇത്ര നാണം കെട്ട കളിയാണല്ലോ കളിക്കുന്നതെന്ന് ഓരോ സമുദായ അംഗങ്ങളും, ഏതൊരു സമുദായത്തെയാണോ ലക്ഷ്യം വെച്ചത് ആ സമുദായങ്ങൾ തിരിച്ചറിയും. പാണക്കാട് തങ്ങളെ മുഖ്യമന്ത്രി അപഹസിച്ചതോ അല്ലെങ്കിൽ വിമർശിച്ചതോ ആയ കാര്യങ്ങൾ അതൊരു രാഷ്ട്രീയ വിമർശനം മാത്രമായി സമൂഹം കരുതിയിരുന്നു. അല്ലെങ്കിൽ അത് അങ്ങനെ വില കൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്
ഇങ്ങനെ ഒരു തലതിരിഞ്ഞ ആശയവുമായി പാർട്ടിയിലെ ഏതോ വിരുദ്ധൻ സഖാക്കൾ പാർട്ടിക്കിട്ട് പണി കൊടുത്തത്. ഇത് പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന ഏതോ വിഷപ്പാമ്പാണ് പാർട്ടിയുടെ കയ്യിൽ തന്നെ തിരിഞ്ഞു കൊത്തിയിരിക്കുന്നത്. ഏതായാലും പി സരിൻ തരംഗമെന്ന് പരസ്യത്തിന് തലക്കെട്ടിലുണ്ട്. പക്ഷേ അത് ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ഭാഗം കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ തരംഗമാകുന്നത് സന്ദീപ് വാര്യരാണ്. ആ സന്ദീപ് വാര്യരുടെ ഭാഗം മുഴുവൻ ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന ആളുകൾ അയ്യോ ഇങ്ങനെയുള്ള ഒരു വിഷപ്പാമ്പാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളാണോ കോൺഗ്രസിലുള്ളത്, അതുകൊണ്ട് ഞാൻ ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല എന്ന് ചിന്തിക്കില്ല. മറിച്ച് ചിന്തിക്കാൻ പോകുന്നത് CPM ഇത്ര തരംതാണ കളി കളിക്കുന്നത് എന്തിനാണ്? CPM തങ്ങൾക്കെതിരെ പറഞ്ഞു, അത് രാഷ്ട്രീയമെന്ന് വെക്കാം. പക്ഷേ ഇത് പത്രത്തിൽ പരസ്യം കൊടുത്തത് സിറാജിലും സുപ്രഭാതത്തിലും മാത്രം പരസ്യം. എന്നാൽ ഈ മണ്ടന്മാർ മറ്റൊരു കാര്യം ചെയ്യണ്ടേ? സ്വന്തം പത്രമായ ദേശാഭിമാനിയിൽ കൂടി പരസ്യം കൊടുക്കണ്ടേ? അത് ചെയ്തിട്ടുമില്ല. സ്വന്തം പത്രമായ ദേശാഭിമാനിയിൽ വന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി അന്തസ്സുണ്ടായിരുന്നു. ഇത് ഒരു പ്രത്യേക സമൂഹത്തെ മാത്രം ലാക്കാക്കി അങ്ങനെ ഒരു പരസ്യം കൊടുക്കുമ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഒരു പക്ഷേ CPM, ഞാൻ നേരത്തെ ഒരു വാർത്തയിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ CPM തന്നെ ഭയക്കുന്നു. ഇത് തിരിച്ചടിക്കും, ലീഗ് നേതാവിനെതിരെ പറഞ്ഞത് തിരിച്ചടിക്കും ഇലക്ഷനിൽ എന്ന് കരുതി അതൊന്നുകൂടി സമർത്ഥിക്കാനാണ്, വർഗീയവാദികളാണ് കോൺഗ്രസ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ പരസ്യം ഇട്ടുകൊടുത്തത്. അത് ഇരട്ടി പുലിവാലായി. ഇതിപ്പോൾ എന്താണ്, വടി കൊടുത്ത് അടി വാങ്ങുന്ന നടപടിയായിപ്പോയി പ്രിയപ്പെട്ട സഖാക്കളെ.